ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫിലിപ്സിന്റെ ഡിജിറ്റൽ ടൈപ്പ് എയർ ഫ്രയർ ആണ്. ഈ ഒരു എയർ ഫ്രയർ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നാണ് ഈ ഒരു വീഡിയോ കൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോണേ. നമ്മളിത് ഓൺ ആക്കുന്ന സമയത്ത് ഇതിന്റെ സൈഡിലായിട്ട് ഒരു ഓറഞ്ച് കളറിൽ പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പവർ ബട്ടൺ ജസ്റ്റ് നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഒരു 3 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ ഇന്റർഫേസ് ആണ് നമ്മുടെ എയർ ഫ്രയറിന്റെ ഡിസ്പ്ലേയിൽ വരിക. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി 8 പ്രോഗ്രാമോളം ഇതിൽ കമ്പനി തന്നെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് അതിന്റെ മെനു ബുക്ക് വരുന്നത്. ഈ ഒരു മെനു ബുക്ക് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്താണ് ഓരോ ഫംഗ്ഷനും അതിന്റെ ടൈമും അതുപോലെ തന്നെ അതിന്റെ ടെമ്പറേച്ചറും കാണിക്കുക. നമ്മൾ ഈ മെനു ബുക്ക് പ്രസ് ചെയ്യാനനുസരിച്ച് നമുക്ക് അതിന്റെ 8 മെനൂസും അതിൽ നമുക്ക് മാറി വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പൊ നമുക്കിപ്പോ ചിക്കൻ ഗ്രില്ല് ചെയ്യേണ്ട ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചിക്കന്റെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഓൾറെഡി ഇതില് 180 ഡിഗ്രി ടെമ്പറേച്ചറും 24 മിനിറ്റ് സമയമാണ് ഇതിൽ കൊടുത്തിരിക്കണേ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ കൂട്ടണമെങ്കിൽ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ടെമ്പറേച്ചറിന്റെ ഡിസ്പ്ലേ വരുന്ന സമയത്ത് നമുക്ക് മാക്സിമം 200 ടെമ്പറേച്ചർ വരെ കൊടുക്കാം. കുറയ്ക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൊണ്ട് വരാം. അപ്പോൾ ഒരു കോമൺ കമ്പനി 180 ഡിഗ്രി ടെമ്പറേച്ചറാണ് കൊടുത്തേക്കണേ, അതിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ടൈമും ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് നമുക്ക് ഇവിടെ ടൈമിന്റെ ബട്ടൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഈ ടൈമിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ കമ്പനി കൊടുത്ത ടൈമിൽ തന്നെ നമുക്ക് ഇത് മാക്സിമം ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചുള്ള പ്രോഗ്രാമിൽ നടക്കും. അപ്പൊ അതിനുള്ള സ്പേസ് ആണ് നമ്മുടെ എയർ ഫ്രയറിൽ വരുന്നത്. അപ്പൊ ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിക്കന്റെ ഗ്രില്ലിന്റെ ഫംഗ്ഷൻ മാത്രമായിരിക്കും ഇവിടെ വരാം. ഈ ഒരു രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം സ്റ്റാർട്ട് ആവുക. ടൈം കുറയണനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രോഗ്രാം ഈ ഒരു മെഷീൻ ഓഫ് ആവും. ഇനി നമ്മളിത് എങ്ങനെയാണ് ഓഫ് ചെയ്യണമെന്ന് നോക്കാനായിട്ട് പോണേ. അതിനായിട്ട് ജസ്റ്റ് ഈ ഒരു പവർ ബട്ടന്റെ ബട്ടൺ അതൊന്ന് 3 സെക്കൻഡ് നമുക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവുന്നത് കാണാം. ഈ ഒരു രീതിയിലാണ് നമ്മുടെ എയർ ഫ്രയർ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അടുത്തായിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യണമെന്ന് നോക്കാനായിട്ട് പോണേ. അതിനായിട്ട് ജസ്റ്റ് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് ഇത് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇത് അൺലോക്ക് ചെയ്യാനായിട്ട് ഇതിന്റെ മേലെ ഇങ്ങനെ എയറോ കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ച് മേലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിന്റെ ഉള്ളിലേക്ക് ഒരു ബട്ടൺ ഉണ്ട്. ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇതിന്റെ ഈ ഒരു ട്രേ നമുക്ക് എടുത്ത് മാറ്റാനായിട്ട് പറ്റും. നമുക്ക് ഇതിൽ ഇത്തരത്തിലുള്ള ആ ഒരു ഹോൾസ് വരുന്നുണ്ട്. ഇതിന്റെ ഹീറ്റ് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആ ഒരു ട്രേയിൽ അഡീഷണൽ ആയിട്ട് കൊടുത്തേക്കണേ. പൊതുവെ എയർ ഫ്രയറിലൊന്നും ഇത്തരത്തിലുള്ള എയർ ട്രേ നമുക്ക് ഉണ്ടാവില്ല. ഇതിൽ അഡീഷണൽ ആയിട്ട് ഇത്തരം അലൂമിനിയം ടൈപ്പുള്ള എയർ ട്രേയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഇതിന്റെ ഇത്തരത്തിൽ ഇതിന്റെ ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാനിന്റെ ഡിസൈനുള്ള ഒരു ഡിസൈൻ ഇതിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഈ ഫംഗ്ഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹീറ്റ് തന്നെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ ഇതിന്റെ എയർ ഫ്രയറിൽ കൊടുത്തിരിക്കണേ. ഫിലിപ്സ് ആണ് നമുക്ക് ആദ്യമായിട്ട് എയർ ഫ്രയർ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനി. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്തിട്ടായാലും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ക്വാളിറ്റിയിലായാലും ഏറ്റവും നല്ല രീതിയിൽ ക്വാളിറ്റിയിലാണ് എയർ ഫ്രയർ കമ്പനി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ചുള്ള ആ ഒരു സിസ്റ്റമാണ് ഫിലിപ്സിന്റെ എയർ ഫ്രയറിൽ നമുക്ക് വരുന്നത്. മറ്റുള്ള എല്ലാ കമ്പനികളിലും ഡിഫറെന്റ് ആയിട്ട് ഇത്തരത്തിലുള്ള എയർ ട്രേ ഒക്കെ വരുന്നത് ഈ ഫിലിപ്സിന്റെ എയർ ഫ്രയറിൽ മാത്രമാണ്. അപ്പൊ അതുപോലെ കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള എയർ ഫ്രയർ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഉള്ളിലേക്കൊക്കെ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ ആ ഒരു ഹീറ്റിംഗ് കോയിൽസ് ആയിട്ട് വരുന്നത്. ഇത് ഹീറ്റ് കോയിൽ ചൂടായിട്ടാണ് നമുക്ക് ഇതിനുള്ളിൽ ആ ഒരു ഫംഗ്ഷനിങ് നമുക്ക് നടക്കുക, ഗ്രില്ലിങ്ങിന്റെ ഫംഗ്ഷനിങ് നമുക്ക് നടക്കുക. ഇനി ഇതിന്റെ ഹീറ്റ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകാനായിട്ട് ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് ഇതിന്റെ ഇത്തരത്തിലുള്ള ഒരു വെന്റ് കാണാൻ പറ്റും. ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് ആ ഫാനിന്റെ ഹീറ്റ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് റിമൂവ് ആവുക. ഈ ഒരു ഫംഗ്ഷനിങ് ആണ് നമ്മൾ പൊതുവേ നമ്മുടെ എയർ ഫ്രയറിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു എയർ ഫ്രയർ ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ബെറ്റർ ബ്രാൻഡാണ് ഫിലിപ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 8,990 ഈ ഒരു എയർ ഫ്രയറിന്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിന് 2 വർഷത്തെ കമ്പനി വാറന്റിയാണ് പ്രൊഡക്റ്റിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ നമുക്ക് കുക്കിംഗ് മെനൂസിനൊക്കെ വേണ്ടിയിട്ടായിട്ട് ഇവരുടെ തന്നെ ആപ്സ് നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിനായിട്ട് ഇതിന്റെ ഒരു സ്കാനർ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് വഴി നമുക്ക് എന്താണ് കുക്ക് ചെയ്യേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ഇതിന്റെ ടൈമിങ് കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് കുക്കിംഗ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പ് തന്നെ കമ്പനി ഇതിൽ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഫെസിലിറ്റി കാര്യങ്ങളൊക്കെയാണ് ഫിലിപ്സിന്റെ എയർ ഫ്രയറിൽ വരുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും